നിന്റെ ആ യുവത്വ ടൈമിനെ നീ നഷ്ടപ്പെടുത്തണ്ടല്ലോ മോനോ. അലാ അയ്യുഹൽ മഗ്റൂർ മാലക തൽഅബു തമറു ആമാലോ വമൗതുക അക്റമു. ആ ക്ലബ്ബിലിക്കുമ്പോ ആ ബസ് സ്റ്റാൻഡിൽ നീ വെച്ചിട്ട് ആരാരെ ദീപത്തും നമീമത്തും ഫസാദും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീരിയൽ നോക്കണെങ്കിലോ അല്ലെങ്കിൽ നിന്റെ മൊബൈലിലോ അനാവശ്യമായ വീഡിയോ നോക്കണെങ്കിലോ മോനെ മരണമാകുന്ന മരണ ആ നമ്മുടെ വിധി ആ ടൈമിൽ എത്തിപ്പോയെങ്കിലോ മോനെ നിന്റെ അവസ്ഥ എന്തല്ല മോനോ. ആലോചനാക്കികള മോനോ. അല്ലാ ഞങ്ങളെ ഈമാനോടുകൂടെ നീ റൂഹ് പിടിക്കൊടു അല്ലാ. ഇനിയോ നബി തങ്ങൾ ചൊല്ലുന്ന നിന്റെ ബാല്യകാലത്ത് നീ ഒരു രാഷ്ട്രീയത്തെ ആവശ്യത്തുക വേറെ ഒരു വിജയത്തുകോ വേറെ ഒരു രാജ്യക്കെത്തുകയായിട്ടോ നീ ചെലവാക്കണ്ടല്ല മോനോ. ഈ കാര്യമുള്ളും അതൊക്കെ ഹദീസ് ഓർമ്മയാവിടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ ചൊന്നില്ല ഇന്നമിൽ അശറിൽ നാസി ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളില് അല്ലാഹുവിന്റെ മുട്ട ഏറ്റവും വലിയ നാണക്കെട്ട ആള് നബി തങ്ങൾ ചൊല്ലേ മൻ അഫ്ന ആഖിറതഹു ലിദുനിയാ ഗൈരി. അതേ ഇനി ഒരുത്തനുക്ക് വേനായിട്ട് അവളുടെ ദുനിയാവുടെ ലാഭത്തുക്ക് വേനായിട്ട് ഞങ്ങളുടെ ആഖിറം നഷ്ടപ്പെടുത്തരമാ. അവന് ആഖിറത്തിൽ ഏറ്റവും വലിയ നാണക്കെട്ടവനുണ്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആയിടെന്തരേ ഞങ്ങൾക്ക് എന്തു ലാഭമില്ല. അവന്റെ പറക്കത്തെ പോണ്ട ലാഭം മാത്രം ലാഭാർക്ക് അവണു ഞങ്ങൾക്കറിഞ്ഞ ഞങ്ങൾക്ക് എന്തൊരു ഉപകാരം ഉണ്ട്. എന്ത് ഉപകാരം ഇല്ല. ഇപ്പൊ നോക്കൂ ഞങ്ങളെ പെണ്ണിങ്ങ ധാരാവായി നോക്കൂടാ. ഇപ്പൊ ഞങ്ങളെ പെണ്ണിങ്ങ ധാരാവായി നോക്കൂടാ. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു സിനിമ നോക്കണം, ഫിലിം നോക്കണം. ആയിടെന്തരേ ഫിലിം ആക്കിയ ആൾമാർ അങ്ങനെ നല്ല വീഡിയോ ആക്കിയിട്ട് പൈസ ആക്കിയാറ്. ധാരാവായി ആക്കിയ എന്തരാക്കിയാറ് അങ്ങനെ നല്ല വീഡിയോകളാക്കി പൈസ ആക്കിയാറ്. നീൻ എന്തരാക്കിയ നാണൊന്നും ആക്കിയിട്ടില്ല. ഉമ്മ എന്തരാക്കിയിട്ട് ഉമ്മക്ക് BP വന്നത്, ഉമ്മക്ക് എന്തായിട്ട് സുഖം പറഞ്ഞിട്ട് ആയിടെന്തരേ ലാഭാർക്ക് ലാഭമാണു. അപ്പൊ ദുനിയാവിടെ അങ്ങനെ ആവശ്യത്തിന് ഞങ്ങളെ ആഖിറോ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയെങ്കിലോ നുറഖിയു ദുനിയാനാ ബിതംസീഖി ദീനിനാ വലാ ദീനുനാ യബ്ഖാ വലാ മാ നുറഖിയു. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊന്നില്ലേ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് എന്തൊരു കിട്ടിയില്ല, ആഖിറത്ത് എന്ത് ആക്കി വെച്ച അതുമില്ല. ആരാരെ ലാഭത്തുക്ക് പേനായിട്ട് ആരാരെ വിജയത്തുക്ക് പേനായിട്ട് ജീവിതം കലയണ്ടല മോനോ. നാനങ്ങളുടെ പ്രസംഗത്തെ നാ ചുരുക്കിയോണ്ടില്ല. ഹബീബായ നബി തങ്ങൾ ചൊന്നില്ലേ നിന്റെ യുവത്വത്തെ നീനതാ നീ സമുദായത്തിന് ചെലവാക്കിയ. പരിശുദ്ധമായ ഖുർആൻ എന്ത്രജുന്യവാൻഫിഖൂ മിമ്മാ റസഖ്നാകും. അല്ലാഹ് നിങ്ങൾക്ക് തന്ന അതേ അനുഗ്രഹമാ സമുദായത്തിന് നിങ്ങൾ ചെലവാക്കൂ. അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ചെറിയ നയിപ്പു ഒരു 500 രൂപ നയിച്ചോള നയിച്ചിട്ട് വാർത്തക്ക് ശമ്പളം കിട്ടുമ്പോ അതിൽ ഒരു 100 രൂപ ഒരു 200 രൂപ അല്ലെങ്കിൽ തിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോ ഒരു 500 രൂപ
അതിന് ഞങ്ങൾ ഒരു 10 രൂപയുടെ അല്ലെങ്കിൽ 20 രൂപയുടെ നോട്ടെല്ലാം ആക്കിയിട്ട് ഞങ്ങൾ ഔത്തിൽ വന്ന പെഞ്ഞരട്ടിക്ക് അല്ലെങ്കിൽ ഉമ്മരട്ടിക്ക് കൊടുക്കണം. ഇത് എന്തിനേക്ക് നമ്മുടെ ജീവിതത്തിൽ നാണും പ്രവർത്തിക്കുന്നു, നിങ്ങം പ്രവർത്തിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാ അത് കാമി ഉണ്ടാക്കില്ല ഉസ്താദ്, അതൊന്നും ചൊന്നറണ്ട. നിങ്ങൾ വേറെ റീചാർജിന്റെ വിഷയം എന്തെങ്കിലും ചൊന്നിങ്ങളാവും, ഓഫർ എന്തെങ്കിലും ഉണ്ടാ ചൊല്ലോറും അങ്ങനെയെങ്കിലാവും അല്ലേ? പെണ്ണുങ്ങളെ ടീച്ചൊന്നെങ്കിൽ ഇത് എന്തരല്ല ഉസ്താദ് ഇങ്ങനത്തേതല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ ധാരാവായി എന്തെങ്കിലും ഉസ്താദ് ഉണ്ടാ അതെങ്കിലും ചൊല്ലോറും. പിന്നെ ഞങ്ങൾ ഈ പെണ്ണിങ്ങ എന്തെങ്കിലും വാള് കേൾക്കും അപ്പുറ ഇപ്പുറത്തിൽ കുത്രയാ ഈ ബിസ നിന്റെ മാപ്പിലേക്ക് തെല്ല് ബുദ്ധി ഉണ്ടല്ലേ, ഇത് തെല്ല് കുത്തിയല്ല പറ അവള് പിന്നെ തെല്ല് നേരം പോലെ മാപ്പിളയുടെ വിഷയം എന്താ അതാ നിന്റെ കെട്ടിയവണു അങ്ങനെ ആക്കട അങ്ങനെ ഉസ്താദ് കുന്തായി പണ്ടൊരു ഉസ്താദ് വാള് പോയിത്തുള്ളൂ ഓർമ്മോത്തു. പെണ്ണിങ്ങളെ വിഷയ പെണ്ണിങ്ങ വന്നിട്ടാകുമ്പോ അങ്ങൊരു സന്തോഷാവുണ്ടേ. ഉസ്താദ് ഞങ്ങളെ വിഷ എന്തും ചെന്നിട്ടില്ല അങ്ങൊരു ബേജാറായെങ്കില അങ്ങനെ പണ്ടൊരു ഉസ്താദ് വാളുക പോയിത്തുള്ളൂ ഓർമ്മോത്തു. അങ്ങനെ ഉസ്താദ് വാളുക പോയവിടെ ചോരെല്ലാം ഇട്ടിട്ട് ഉസ്താദ് ചോരെല്ലാം ഗട്ടിയിൽ തിന്നിട്ട് പ്ലേറ്ററെല്ലാം ഉസ്താദ് നല്ല ഇങ്ങനെ നക്കിട്ട് നാവുടും പ്ലേറ്ററെല്ലാം നക്കിട്ട് ഇതിലെല്ലാം ഒരു ബോമ ഒരു വയസ്സര ഉമ്മ ദൂരത്തിൽ നിന്ന് നോക്കിക്കൊണ്ടുണ്ട് ഇങ്ങനെ. ഉസ്താദിന്റെ അവസ്ഥമേ. അപ്പൊ ഉസ്താദ് രട്ടിക്ക് ഉമ്മ കേട്ട അല്ല ഉസ്താദേ ചോറ് കേട്ടിരിങ്ങ ഞങ്ങൾ തരല എന്താ നിങ്ങൾ ഇങ്ങനെയുള്ള നക്കണുണ്ടാ ചോറ് കേട്ടിരിങ്ങ ഞങ്ങൾ തരല എന്താ ഇങ്ങനെ നക്കണുണ്ട്. അങ്ങനെ അല്ല ഉമ്മ ഉമ്മരൊട്ടിക്ക് ഉമ്മടക്ക് ഉമ്മക്ക് വേണേ വിശേഷിച്ചോളല്ലേ. അപ്പൊ ഉമ്മരട്ടി ഉസ്താദ് എന്താ അല്ല ഉമ്മ ഞാൻ അങ്ങനെ അങ്ങനെ നക്കിയല്ല. ഈ പ്ലേറ്റ് എല്ലാം ക്ലീൻ ആക്കിയിട്ട് കൈയെല്ലാം പ്ലേറ്റ് നക്കിയെങ്കിൽ ഞങ്ങൾക്ക് ഈ മക്കത്തെ പള്ളിയുടെ ക്ലീൻ ആക്കിയ കൂലിയുണ്ട് ഉമ്മാണ്ട് ഉസ്താദ് ചൊന്തു. അപ്പൊ ഉമ്മക്ക് ഭാര്യ കുസ്തി ഇപ്പൊ മുന്നത്തെ ഉമ്മമാരത്തെ പോലത്തെ ഉമ്മ അല്ലല്ലേ ഇപ്പത്തെ ഉമ്മ. അള്ളാഹു ഞങ്ങളെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഈ ഉമ്മ എന്താക്കിയത് ഉൾഗത്ത് പോയിട്ട് പിന്നെയും ചോറും കറി കൊടുത്തിട്ട് ഉസ്താദ് ചൊല്ലണ്ടേ ഉസ്താദിനെ പ്ലേറ്റ് കിട്ടിട്ട് കൊടുത്തു. വേണ്ട ഉമ്മ പറഞ്ഞിട്ട് അല്ല അല്ല ഉസ്താദ് അങ്ങനെ ഒന്നല്ല. നിങ്ങൾ ഇപ്പൊ എങ്ങനെ മക്കത്തെ പള്ളി കളിക്കാറല്ലേ ഇപ്പൊ ഇടർക്കോ ചോറിനിട്ട് ഒരു മദീനത്തെ പള്ളി കളിക്കോർ ഉസ്താദ് നിങ്ങൾ കേക്കോണ വേണ. അപ്പൊ അങ്ങനെ അവസ്ഥ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരു ചൊല്ലിയ ഞങ്ങളുടെ ജീവിതത്തെ